ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം ഭാഗത്താണ്. കുറ്റിപ്പുറം പള്ളിപ്പടി ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. റെയിൽവേൻ്റെ മുകളിലൂടെ NH66 കടന്നു പോകുന്ന ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇവിടെ വർക്ക് വൈകാൻ കാരണം എന്താണെന്നും നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അത് എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ ഈ റീച്ചിൽ ഇവിടെ മാത്രമാണ് റെയിൽവേൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന NH66. അപ്പോൾ കുറ്റിപ്പുറം ഭാഗത്ത് ഒരുപാട് ടൈമായി വൈകിയിട്ടുണ്ട്. വർക്ക് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് പോയി നോക്കാം. ഇവിടെ ഈ ഭാഗത്തൊക്കെ റോഡിൽ തന്നെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഭാഗത്തൊന്നും വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴൊക്കെ പഴയ റോട്ടിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് റെയിൽവേ ബ്രിഡ്ജിൻ്റെ വർക്ക് എന്തായി, അതിൻ്റെ മുകളിലുള്ള അവിടെ ഉള്ള ഭാഗത്തുള്ള വർക്ക് എന്തായി എന്ന് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം ഭാഗത്തൂടെയാണ് NH66 റെയിൽവേൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ റെയിൽവേൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ എന്താ അറിയില്ല, ഇവിടെ കുറച്ച് വൈകിയിട്ടുണ്ട് വർക്ക്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഫില്ലറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഫില്ലറിൻ്റെ വർക്ക് തന്നെ പകുതി കഴിഞ്ഞിട്ടുള്ളൂ, പകുതി നടന്നുകൊണ്ടിരിക്കുകയെന്നാണ്. ഇപ്പോൾ നമുക്ക് വിശദമായിട്ട് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ഫില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ച് കാണാം. പിന്നെ 2 ഫില്ലറ് കുറച്ചപ്പുറത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണ്, മഴ മാറിയപ്പോൾ. അപ്പോൾ വർക്കൊക്കെ നല്ല സ്ട്രോങ്ങിൽ നടക്കുന്നുണ്ട്. ഇവിടെ കമ്പി ഒക്കെ റെഡിയാണ്. കോൺക്രീറ്റ് മിക്സ് കൊണ്ടുവന്ന് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പണിക്കാരൊക്കെ അതിൻ്റെ മുകളിൽ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് കാണേണ്ടത്. നമുക്ക് കുറച്ചും കൂടെ അപ്പുറത്തു നിന്നുള്ള വിശദമായിട്ട് കാഴ്ച നോക്കാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫില്ലറിൻ്റെ വർക്കും നടക്കുന്നത് നമുക്ക് കാണാം. അതും ഇതുപോലെ സിമൻ്റൊക്കെ നിറച്ച് വെച്ച് തൂണിലൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ വർക്കേഴ്സ് നല്ല വെയിലാണെങ്കിലും നല്ല ഉഷാറായിട്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കുറ്റിപ്പുറം റെയിൽവേ പാളങ്ങളൊക്കെ കാണാം, റെയിൽവേ ട്രാക്കിൻ്റെ. ഇതിൻ്റെ ബാക്കിൽ ഇടത് വശത്താണ് റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേൻ്റെ ട്രാക്ക്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളാണ്. കുറച്ചും കൂടെ മുന്നോട്ട് ഇങ്ങനെ നീണ്ടു വരുന്ന ഈ ട്രാക്കുകളൊക്കെ കാണാം. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ഇവിടെ ഫില്ലർ കാണാം. ഫില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫില്ലറും മറ്റ് സൈഡിലുള്ള ഫില്ലറിൻ്റെ വർക്കും ഇതും കൂടെ ബന്ധിപ്പിക്കുന്ന വർക്ക് നടക്കേണ്ടതുണ്ട്. പക്ഷേ അതിനൊക്കെ റെയിൽവേൻ്റെ അനുമതിയൊക്കെ കിട്ടിയിട്ട് വേണ്ടി വരും. അതിനാണ് കൂടുതൽ സമയം വൈകുക. അത്തരത്തിലുള്ള വർക്കൊക്കെ വരുന്ന സമയത്താണ് കൂടുതൽ സമയം വൈകുക. നമ്മൾ വിശദമായിട്ട് റെയിൽവേൻ്റെ പാളങ്ങളാണ് കാണുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടുന്ന് ഇടതുഭാഗത്താണ് റെയിൽവേ സ്റ്റേഷന്. ഇപ്പോൾ ട്രെയിനൊന്നും വരുന്നു കാണുന്നില്ല. അതുകൊണ്ടാണ് നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയും കൂടെയാണ്. ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. ഇതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ കണ്ടത് നിങ്ങൾ. ഇപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ആ ഭാഗത്തും ഇതുപോലുള്ള ഫില്ലറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലൈ ഓവർ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്ലൈ ഓവറിലേക്കാണ് ഈ വരുന്ന പാലം അങ്ങോട്ട് മുട്ടിക്കുക. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് മുന്നോട്ട് വന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുൻഭാഗത്താണ് വന്നിട്ടുള്ളത്. റെയിൽവേ ബ്രിഡ്ജ് കടന്ന് ഓപ്പോസിറ്റ് ഭാഗത്ത് വന്ന് നമ്മുടെ ശരിക്കുമുള്ള കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട്
ബീമുകൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചത് കാണാം. ഈ ബീമുകളൊക്കെ ആയിരിക്കും നമ്മുടെ നേരത്തെ കണ്ട പാലത്തിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെയാണ് പൊങ്ങി പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അതും റെയിൽവേ ബ്രിഡ്ജും കൂടെ കൂട്ടിയാണ് ബന്ധിപ്പിക്കാറ്. അതിനുള്ള വർക്കായിട്ട് മുന്നേ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. എത്താറായിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേൻ്റെ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് കട്ട വെച്ച് പൊക്കുന്ന ഒരു രീതിയിലുള്ള വർക്കാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണ് നിറക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ ഇവിടെ നല്ല കോൺക്രീറ്റ് വാളാണ് വെച്ചിട്ടുള്ളത്. ആ കോൺക്രീറ്റ് വാളിൻ്റെ സൈഡ് കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ JCB ഇതുപോലുള്ള ക്രെയിനുകൾ അങ്ങനത്തെ എല്ലാ വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ ആ വാഹനങ്ങളിലാണ് ഇപ്പോൾ ഇവിടേക്ക് മണ്ണ് കൊണ്ടുവന്ന് നിറക്കുന്നതും അതിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു വൈകുന്നേര സമയത്താണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ വർക്ക് നിർത്തിയിട്ട് വർക്കേഴ്സൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൈ ഓവർ. ഇതാണ് 2 JCB, ഒരു ഇറ്റാച്ചി അങ്ങനെയൊക്കെ കണ്ടു ഇവിടെ. ഇവരൊക്കെ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ പാലം. ഈ പാലത്തിൻ്റെ മുകളിലേക്കാണ് ഇനി മണ്ണിട്ട് പൊക്കി കട്ട വെച്ച് പൊക്കിയിട്ട് ശരിയാക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കേഴ്സാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വളരെ കുറവാണ് ലൈക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലൈക്ക് തരുന്നത് വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.